മോഹൻലാലിനൊപ്പം ബാഹുബലി താരം റാണ ദഗുപതി മലയാളത്തിലെത്തുമെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. മേജർ രവി ചിത്രത്തിലൂടെയായിരിക്കും ബാഹുബലി താരത്തിന്റെ മലയാളത്തിലേക്കുള്ള വരവെന്നും വാർത്ത പുറത്തു വന്നു. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച് നടൻ തന്നെ രംഗത്തെത്തി. കേട്ടത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് ദഗുപതി ട്വീറ്റ് ചെയ്തു. ലാൽ സാറുമൊത്ത് അഭിനയിക്കുക എന്നത് തനിക്കൊരു ബഹുമതിയാണ്, എന്നാൽ ഇപ്പോഴില്ല എന്നും ദഗുപതി കൂട്ടിച്ചേർത്തു. അതേസമയം 1971 ബിയോണ്ട് ബോർഡേഴ്സിൽ അഭിനയിക്കാൻ ദഗുപതിയെ സമീപിച്ചിരുന്നതായും സംവിധായകൻ മേജർ രവി സ്ഥിരീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഡേറ്റിന് പ്രശ്നമുണ്ടായിരുന്നു. ഡിസംബർ വരെ അദ്ദേഹത്തിന് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. ഒക്ടോബറിൽ ഫ്രീ ആകുമെന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും ഡിസംബറിൽ മാത്രമേ ഡേറ്റ് ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതെന്ന് മേജർ രവി പറഞ്ഞു. യുദ്ധം പശ്ചാത്തലമാകുന്ന ചിത്രമായതിനാൽ പ്രത്യേക അനുമതികൾ ആവശ്യമാണ്. അതിനാൽ ചിത്രീകരണത്തിന്റെ ഡേറ്റ് നീട്ടാനാകില്ലെന്നും മേജർ രവി കൂട്ടിച്ചേർത്തു. മോഹൻലാലിനൊപ്പമുള്ള പ്രധാന കഥാപാത്രമായാണ് ദഗുപതിയെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഡേറ്റ് പ്രശ്നം വന്നതോടെ അദ്ദേഹത്തെ ഒഴിവാക്കി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു മേജർ രവി വ്യക്തമാക്കി. മോഹൻലാൽ 3 ഗെറ്റപ്പുകളിലും ഡബിൾ റോളിലും എത്തുന്ന മേജർ രവി ചിത്രമാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ്. രാജസ്ഥാൻ, കാശ്മീർ, പഞ്ചാബ്, ഉഗാണ്ട എന്നിവിടങ്ങളിൽ ചിത്രീകരിക്കുന്ന സിനിമ രാജ്യാന്തര സ്വഭാവമുള്ള വാർ മൂവി ആയിരിക്കുമെന്നാണ് സൂചന. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് നടന്ന യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രം. മേജർ മഹാദേവനായും പിതാവ് മേജർ സഹദേവനുമായാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. മഹാദേവൻ എന്ന സൈനിക ഉദ്യോഗസ്ഥനായി മോഹൻലാൽ 4ാം തവണയാണ് മേജർ രവി ചിത്രത്തിൽ കഥാപാത്രമാകുന്നത്. മേജർ രവിയുടെ ആദ്യ ചിത്രം കീർത്തിചക്രയിലും പിന്നീട് വന്ന കുരുക്ഷേത്ര, കാണ്ഡഹാർ എന്നീ സിനിമകളിലും മോഹൻലാൽ മഹാദേവന്റെ റോളിലായിരുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.